6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്ത്രൈണത കൂടുതലുള്ള ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ലിംഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകാരുടെ വ്യഗ്രത കാരണം അവൻ്റെ പാൻസ് വലിച്ചൂരുന്ന ഒരു പ്രവണത കണ്ട് അതിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ ഒരു വിഷമമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരനെ കാണാറില്ല, നാട്ടിലില്ല. അപ്പോൾ എനിക്ക് ഡോക്ടറിനോടാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സർജറീസ് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ KGMO പോലെയുള്ള സംഘടനകൾ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സർജറീസ് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് ആണ് തീരുമാനിക്കുന്നത്. വെദർ സർജറി വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന അവരാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് ഒബ്വിയസ്ലി അവരുടെ അടുത്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആൻഡ് പല ആൾക്കാരും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഡെയിലി രാവിലെ അവർ കണ്ണാടി കാണുന്ന സമയത്ത് അവരുടെ സപ്പോസ് ഒരു ട്രാൻസ് വുമൺ ആണ്, അവരുടെ ലിംഗം കാണുന്ന സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ഒരു സങ്കടവും ഫ്രസ്ട്രേഷൻ ദേഷ്യമൊക്കെയാണ് വരുന്നത്. അവർ സംഭവം ദേ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ സർജറീസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ 2014 അല്ലെങ്കിൽ 2017 മുമ്പ് ആൾക്കാർ പലപ്പോഴും തമിഴ്നാടും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വളരെ ക്രൂഡ് മെത്തേഡ്സിൽ ജസ്റ്റ് ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് ലിംഗവും മാറ്റും എല്ലാം മാറ്റി. എന്നിട്ട് പല ആൾക്കാരും ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് മൂത്രമൊഴിക്കാൻ ദ്വാരം ഉണ്ടാക്കുന്നത്. ഡെയിലി രാവിലെ സേഫ്റ്റി പിൻ കുത്തിയിട്ട് വേണം മൂത്രമൊഴിക്കുന്നത്. അവർക്ക് ക്ലൈറ്റോറസും ഉണ്ടാവില്ല, പ്രോപ്പർ മൂത്രം ഒഴിക്കേണ്ട ആ ഭാഗവും യുറേത്രയും ഉണ്ടാവില്ല, വെജൈനയും ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ജെൻഡർ ഡിസ്ഫോറിയ. അപ്പോൾ അത്രയും ജെൻഡർ ഡിസ്ഫോറിയ ഉള്ള ആൾക്കാർ ഗോ ഹെഡ് ആൻഡ് ഡു ദ സർജറീസ്. ട്രാൻസ്ജെൻഡറിന് സർജറി ചെയ്യണമെന്നില്ല. ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇറ്റ് ഇസ് നോട്ട് അത് സർജറി ചെയ്താൽ മാത്രമേ ഞാൻ ട്രാൻസ്ജെൻഡർ ആവുള്ളൂ അല്ലെങ്കിൽ ഞാനല്ല, അങ്ങനെയൊന്നും ഇല്ല. സോ അപ്പോൾ അങ്ങനെ ജെൻഡർ ഡിസ്ഫോറിയ ഉണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. ഗോ ടു എ ഗുഡ് പ്ലേസ്, നല്ലൊരു സ്ഥലത്ത് പോയി ചെയ്യുക. ആൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് ആനന്ദ് പറഞ്ഞ മാതിരി stay away. If you are comfortable, be away from it. ട്രാൻസ്ജെൻഡർ ആവാൻ സർജറി ചെയ്യണമെന്ന് ഒരു നിയമവും പറയുന്നില്ല. ഇപ്പോൾ 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആ നിയമവും ട്രാൻസ്ജെൻഡർ ആണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്യാം. അവിടെ ജെൻഡർ അങ്ങനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ സർജറി ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ ഇല്ല. പക്ഷേ അവിടെ മെയിലായോ ഫീമെയിലായിട്ടോ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അവർ ഈ പറയുന്ന സർജറി, മെഡിക്കൽ ഇൻ്റർവെൻഷൻ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് നടത്തിയിരിക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. അതുകൊണ്ടൊരു പക്ഷേ ചില ആൾക്കാർ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ അങ്ങനെ ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല സർജറി. ഇപ്പോൾ എനിക്ക് സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ജെൻഡർ ഡിസ്ഫോറിയ ഒരുപക്ഷെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു ടേമായിട്ടായിരിക്കാം. അപ്പോൾ ഈ ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത് എനിക്ക് അനുഭവിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ആനന്ദിന് അനുഭവിക്കുന്നത്, അതുപോലെ ആയിരിക്കണം എന്നില്ല എൻ്റെ മുന്നിലിരിക്കുന്ന വേറെ 2 പേർ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിലും അതിൻ്റെ തോത് വ്യത്യസ്ത രീതിയിലാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. എനിക്ക് ചിലപ്പോൾ ചെയ്യണം തോന്നലുണ്ടാവാം സർജറി, എന്നെക്കാൾ തീവ്രമായി ഒരുപക്ഷെ മറ്റേ ആൾക്കുണ്ടാവാം, അത്ര പോലും എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കുണ്ടാവണം എന്നില്ല. അത് വ്യക്തിപരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റുന്ന ഒന്നല്ല.